നീയും നിന്റെ കുറച്ച് കൂട്ടുകാരികളും കൂടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഭയങ്കര സംസാരമാണല്ലോ. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകാൻ അറിയത്തില്ലേ? ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാറൊക്കെ ഉണ്ട്. അതിന് ചേട്ടൻ എന്താ? ചേട്ടൻ്റെ വീട്ടിലൊന്നും അല്ലല്ലോ ഞങ്ങൾ വന്നിട്ട് സംസാരിച്ചേ. അങ്ങനെ പെൺപിള്ളേർ 5 മണി കഴിഞ്ഞുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള സംസാരമൊന്നും ഇനി വേണ്ട, മനസ്സിലായോ? നീ ക്ലാസ്സിൽ നിന്ന് തന്നെയല്ലേ വരുന്നത്? ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത എന്തുവാ ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന് സംസാരിക്കുന്നത്? നാളെ തൊട്ട് ആ പരിസരത്ത് അങ്ങനെ ഞാൻ കണ്ട. എൻ്റെ റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാമോ? ഞാൻ ഹായ് അയച്ചിട്ട് എന്താ റിപ്ലൈ തരാത്തെ? ഞാനൊരു പാവം ഫിലിം ഡയറക്ടറാണ്. ഇങ്ങനെയൊക്കെ ചേട്ടൻ ആർക്കെങ്കിലും മെസ്സേജ് ഇട്ടായിരുന്നോ? മോളോട് ഇതൊക്കെ ആര് പറഞ്ഞു? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചിക്ക് വർഷങ്ങളായിട്ട് ഒരാൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ആ DP-യിൽ ചേട്ടൻ്റെ മുഖമായിരുന്നേ. ഈ ഹായും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് അയച്ചതാണ്. പക്ഷേ ഫിലിം ഡയറക്ടറാണെന്നുള്ളത് ഞാൻ ഇട്ട് പൊട്ടിയിരുന്ന സമയത്ത് വെറുതെ ഒരു ഫണ്ണിന് അയച്ചതാണ്. അവളത് ഇപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓ ഫണ്ണല്ലേ? ചേട്ടൻ്റെ മെസ്സേജ് ഇപ്പം ഞങ്ങൾക്ക് ഫണ്ണാ. ചിരിച്ചിരിച്ചൊരു വഴിയായി അല്ലേ ചേട്ടാ? ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന ചേട്ടൻ എന്താ പ്രശ്നം? അത് പിന്നെ മോളെ, നിങ്ങൾ നിൽക്കുന്ന ആ സെയിം ബസ് സ്റ്റോപ്പിലാണ് മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചിയും വന്ന് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആ കൊച്ചിനോടൊന്നും സൊള്ളാൻ പറ്റത്തില്ല നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ. അതുകൊണ്ട് ഓടിച്ചു വിടാൻ നോക്കിയത്. അല്ലാതെ നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് എന്തിൻ്റെ ഗുരു? പിന്നെ ചേട്ടാ, എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പ്രൈവസി കളയാൻ ഇനി ആ ബസ് സ്റ്റോപ്പിൽ ഒന്നും നിൽക്കരുത്. ഒരിക്കലും ഇല്ല. ഇനി പരിസരത്ത് പോലും ഞാൻ വരത്തില്ല. കുഞ്ഞു പൊക്ക വീട്ടിൽ പോയിരുന്നു. സിനിമ ഉണ്ടോ?